ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഓൾറെഡി കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം 6:10. നമ്മുടെ ബാഗൊക്കെ റെഡിയാണ്. പിന്നെ കുറച്ച് അല്ലറ ചില സാധനങ്ങൾ കൂടെ എടുക്കാൻ ബാക്കിയുണ്ട്. ബ്രഷ്, ചാർജർ, അതൊക്കെ. ഓൾമോസ്റ്റ് എല്ലാം റെഡിയാണ്. 6:30 ആകുമ്പോഴത്തേക്ക് ഞാനും അമ്മ ഇറങ്ങും. അത് കഴിയുമ്പോൾ അച്ഛനും അപ്പവും കുഞ്ഞും കൂടെ വരും. ബാക്കി നമ്മുടെ വിശേഷം ഹോസ്പിറ്റലിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. എനിക്ക് കഴിഞ്ഞില്ല. വളകാപ്പിൻ്റെ വളയെല്ലാം ഞാൻ ഊരി. പേടിയുണ്ട്, അതുപോലെ കുറച്ച് എക്സൈറ്റ്മെൻറ്റുമാണ്. പുതിയ വാവ വരുന്നു, ദേവൻ്റെ റിയാക്ഷൻ. ഓക്കെ, സോ ബാക്കി നമുക്ക് വഴിയായിട്ട്. നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് ഞാനും അമ്മയും ആദ്യം ഇറങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഞാനും അമ്മയാണ് ആദ്യം പോയത്. 7 മണിക്ക് ഡോക്ടർ വരാൻ പറഞ്ഞ് നമ്മൾ കറക്റ്റ് 7 മണിയായപ്പോൾ അവിടെ എത്തിയപ്പോൾ ആരുമില്ല. ഡോറൊക്കെ ലോക്ക് ചെയ്ത് നിശബ്ദത. നമ്മളിവിടെ നോക്കൊക്കെ ചെയ്തു. അവിടുത്തെ ബാക്കി പ്രൊസീജിയേഴ്സ് ഫോമൊക്കെ നിറച്ച് കൊടുത്തിട്ട് റൂമിലേക്ക് വന്നു. നമ്മൾ എടുത്തതെന്ന് പറയുമ്പം നോൺ AC സ്പെഷ്യൽ വാർഡായിരുന്നു എടുത്തത്. അമ്മയുടെ ഫേസ് കണ്ടില്ലേ, നല്ല അടിപൊളി ടെൻഷനാണ്. എൻ്റെ ഫസ്റ്റ് സിസേറിയൻ, സെക്കൻഡ് സിസേറിയൻ കൂടെ ആണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഫുൾ, അല്ലെങ്കിൽ ത്രൂ ഔട്ട് എൻ്റെ പ്രഗ്നൻസി അമ്മ ഫുൾ ടെൻഷനായിരുന്നു. പിന്നെ അമ്മയ്ക്ക് നല്ല ടെൻഷൻ, എന്നെക്കാട്ടി ടെൻഷൻ അമ്മയ്ക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആയ വന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഹോസ്പിറ്റൽ വേഷത്തിലേക്ക് ഞാൻ വന്നു. ഇതായിരുന്നു അവരുടെ ഹോസ്പിറ്റലിലെ ഡ്രസ്സ്. പിന്നെ മുടി കെട്ടിയില്ല, ഞാൻ മുടി കെട്ടണമായിരുന്നു. പിന്നെ നമുക്ക് റൂമെന്ന് പറയുമ്പം 2 ബെഡുണ്ടായിരുന്നു. അവിടെ എന്നെ കിടത്തും, അവിടെ കുഞ്ഞാവിടെ തൊട്ടി. പിന്നെ ഇതൊരു ബെഡ് എക്സ്ട്രാ ബൈസ്റ്റാൻഡറിന് വേണ്ടി. നമ്മളെടുത്ത റൂമിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു ഓപ്പറേഷൻ തിയേറ്റർ. അപ്പം പെട്ടെന്നായിരുന്നു എല്ലാം. ഞാൻ പിന്നെ വെയിറ്റിങ്ങിലായിരുന്നു അപ്പവും അച്ഛനും വരാൻ വേണ്ടിയിട്ട്. എന്നെ 9 മണിക്ക് കയറ്റുമെന്ന് പറഞ്ഞു, പക്ഷേ അതിലും മുന്നേ എന്നെ കയറ്റി. ഒരു 8:45 എങ്ങാണ്ടായപ്പോൾ എന്നെ കയറ്റിയെന്ന് തോന്നുന്നു. പിന്നെ ട്രിപ്പ് ഇട്ടിരുന്നു. എനിക്ക് സിസേറിയൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ട്രിപ്പ് ഇട്ടിരുന്നു. അച്ഛനും അപ്പവും വരുന്നതിന് മുന്നേ എന്നെ അകത്ത് കയറ്റി. അങ്ങനെ ചൊവ്വാഴ്ച 19-ാം തീയതി 9:00-ക്ക് 2:200 വെയിറ്റ് ഒരു ആൺകുഞ്ഞും കൂടി ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു. അപ്പോൾ ദേവൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അവൻ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അവനാകെ ഫുൾ ബ്ലിങ്കസിയാന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു മൊമെൻ്റായിരുന്നു. അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഡേ ആണ്, ഡേ 2 ആണിത്. ഫസ്റ്റ് ഡേ എനിക്ക് ഒട്ടും അനങ്ങാൻ വയ്യായിരുന്നു. എനിക്ക് തീരെ വയ്യായിരുന്നു, എനിക്ക് പെയിൻ കൊണ്ട് വയ്യായിരുന്നു. സെക്കൻഡ് ഡേ വൈകുന്നേരം ഡോക്ടർ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ചെറുതായിട്ട് രേഷ്മ ഇനി എണ്ണിച്ച് നടക്കാനൊക്കെ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സ്റ്റിച്ചിൻ്റെ പെയിന് കൊണ്ട് എനിക്ക് നടക്കാൻ തീരെ വയ്യ. നമുക്ക് ഭയങ്കര പെയിനാണ്, സിസേറിയൻ്റെ സ്റ്റിച്ച് ഭയങ്കര പെയിനാണ്. അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ദേവൻ അന്ന് നമ്മുടെ അടുത്ത് എൻ്റെ കൂടെ തന്നെ ആയിരുന്നു രാവിലെ മുതൽ. കാരണം അച്ഛൻ ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു, വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നു. അപ്പം അവൻ നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു രാവിലെ മുതൽ. പിന്നെ വൈകുന്നേരം അച്ഛൻ വന്ന് വിളിച്ചുകൊണ്ട് പോയി അവനെ. അങ്ങനെ ഇത് ഡേ 3 എന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസവും ഡോക്ടർ വന്നിട്ട് കുഞ്ഞുവാവയും കൊണ്ട് ഫുൾ ഹോസ്പിറ്റലൊന്ന് കറങ്ങി. പക്ഷെ അതെനിക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല, കാരണം ഡോക്ടർ പെട്ടെന്ന് പോകുമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിനെ കുറിച്ചും അവിടുത്തെ ഒരു ഡോക്ടേഴ്സിനെ കുറിച്ചും നേഴ്സിനെ കുറിച്ചും ഞാൻ വീഡിയോ ചെയ്യണം എനിക്ക് ഡീറ്റെയിൽഡായിട്ട്. അതും എൻ്റെ സിസേറിയൻ്റെ ഡെലിവറിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഫുൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇത് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് എന്നെയും കുഞ്ഞിനെ ഒഴിഞ്ഞിട്ടിട്ടാണ് അകത്തേക്ക് കയറ്റിയത്. അർച്ചനാൻ്റെ ആയിരുന്നു ചെയ്തത്. സോ അങ്ങനെ എൻ്റെ 3 ദിവസത്തെ ഡെലിവറിയുടെ സ്റ്റോറിയും ഡെലിവറി ഒരു വീഡിയോയും ഇങ്ങനെ കഴിഞ്ഞു. 3-ാമത്തെ ദിവസം നമ്മളെ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ വീട്ടിലെത്തി. സോ ഇതൊരു കുഞ്ഞൊരു ഡെലിവറി വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതായിരുന്നു എൻ്റെ ഡോക്ടർ പ്രശാന്ത് ജാദവ്. അന്ന് ഡെലിവറി സമയത്ത് എനിക്ക് എൻ്റെ കൂടെ നിന്ന സിസ്റ്റേഴ്സും ആയമാരുമാണ് ഇവർ. നല്ല ഹെൽപ്ഫുള്ളായിരുന്നു എല്ലാവരും, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. സ്പെഷ്യലി ഡോക്ടർ കാരണമാണ് ഇപ്പോൾ ഞാൻ അത്ര സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുന്നത്. സോ ഹോസ്പിറ്റലിനെ കുറിച്ചും ഡോക്ടറിനെ കുറിച്ചും ഉള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. അതുവരെ ബൈ.
സോ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, ഡെലിവറി വീഡിയോ. എല്ലാം ഒന്നും എനിക്കിതിൽ എടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പു ഉണ്ടായിരുന്നു കൂടെ, പക്ഷേ അപ്പു എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ ഡെലിവറി റൂമിൽ കയറ്റി കഴിഞ്ഞിട്ടാണ് അപ്പു വരുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ അവൻ കാണുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് അനസ്തേഷ്യയൊക്കെ തന്ന് സിസ്റ്റർമാരും ആയമാരും എല്ലാവരും കൂടി എടുത്ത് എൻ്റെ ബെഡിലേക്ക് ഇടുന്നതാണ് അവൻ കാണുന്നത്. സോ എൻ്റെ ആ ഒരു സിറ്റുവേഷൻ കണ്ടവൻ പേടിച്ചു, അവൻ കുറച്ച് നെർവസ് ആയിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ്. അതെല്ലാവരും കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുമ്പം ഞാൻ അടുത്തൊരു വീഡിയോ ഇടാൻ പോകുന്നത് എൻ്റെ പ്രഗ്നൻസി റിലേറ്റഡ് തന്നെയാണ്. ഡെലിവറി റിലേറ്റഡ് വീഡിയോ ആണ്. എന്തുകൊണ്ടാണ് എനിക്ക് സെക്കൻഡും സിസേറിയൻ ആയത്, എന്തായിരുന്നു കോംപ്ലിക്കേഷൻസ്, പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് ഉള്ള കുറച്ച് റിവ്യൂസ്. അത് ഞാൻ 2 ലാംഗ്വേജിലാണ്, ഹിന്ദിയിലും ചെയ്യുന്നുണ്ട്, മലയാളത്തിലും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടി എനിക്കൊരു സമയം വേണം, ബിക്കോസ് ഞാനിപ്പം റെസ്റ്റിലാണ്, ബെഡ് റെസ്റ്റിലാണ്. അത് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ആ ഒരു വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്തിട്ടിടാൻ വേണ്ടിയിട്ടും എനിക്കൊരു സമയം വേണം. അതുവരെ സ്റ്റേ ട്യൂൺ. ഇപ്പോഴത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.